ജനുവരിയുടെ തുടക്കത്തിൽ ലോകം അമ്പരപ്പോടെ സാക്ഷ്യം വഹിച്ച ദൃശ്യമായിരുന്നു വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അതിസാഹസികമായ ഒരു സൈനിക നീക്കത്തിലൂടെ അമേരിക്ക പിടികൂടിയത്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ആ സംഭവത്തിന് ശേഷം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല, അടുത്തത് ഇറാനാണോ? ഈ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത്. പ്രത്യേകിച്ചും പേർഷ്യൻ കടലിലും പരിസരത്തും നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സൈനികർക്ക് ആഡംബര ഭക്ഷണമായ സ്റ്റേക്കും ലോബ്സ്റ്ററും വിളമ്പിത്തുടങ്ങി എന്ന വാർത്ത പുറത്തു വന്നതോടെ യുദ്ധഭീതി അതിന്റെ പരകൊടിയിൽ എത്തിയിരിക്കുകയാണ്. US സൈനിക പാരമ്പര്യമനുസരിച്ച് അതീവ സങ്കീർണമായ ഒരു യുദ്ധത്തിന് തൊട്ടു മുൻപാണ് സൈനികർക്ക് ഇത്തരം വിശിഷ്ട ഭോജ്യങ്ങൾ നൽകാറുള്ളത് എന്നത് ചരിത്രം പഠിപ്പിക്കുന്ന പാഠമാണ്. എന്നാൽ വെനസ്വേലയിൽ മഡുറോയെ വീഴ്ത്തിയതുപോലെ അത്ര ലളിതമായിരിക്കും ഇറാന്റെ കാര്യവുമെന്ന് കരുതുന്നത് വലിയൊരു രാഷ്ട്രീയ അബദ്ധമായിരിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനെതിരെയുള്ള ഏതൊരു നീക്കവും ഒരു കടന്നൽക്കൂട്ടിൽ കൈയിടുന്നതിന് പോലെയായിരിക്കും എന്ന് പറയുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. വെനസ്വേലയുടെ സൈനിക ശേഷി ഒട്ടും കുറച്ചു കാണേണ്ടതില്ലെങ്കിലും ഇറാന്റെ സൈനിക സംവിധാനം തികച്ചും വ്യത്യസ്തവും സുസജ്ജവുമാണ്. ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ വിപുലമായ മിസൈൽ ശേഖരമാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരപരിധിയുള്ളതും അതീവ കൃത്യതയോടെ ലക്ഷ്യം കാണുന്നതുമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. മധ്യേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും അമേരിക്കയുടെ ഉറ്റ സഖ്യകക്ഷികളായ ഇസ്രായേലിനെയും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ളതാണ് ആ മിസൈലുകൾ. അതുകൊണ്ട് തന്നെ അമേരിക്ക ആദ്യത്തെ വെടിയുണ്ട ഉതിർക്കുമ്പോൾ തന്നെ ഇറാന്റെ തിരിച്ചടി അതിശക്തമായിരിക്കും. ഇത് മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ പ്രവചനാതീതമാണ്. മറ്റൊരു പ്രധാന ഘടകം ഇറാൻ എന്നത് കേവലം ഒരു രാജ്യം മാത്രമല്ല, മറിച്ച് ഒരു വലിയ പ്രതിരോധ ശൃംഖലയുടെ തലവനാണെന്നതാണ്. വെനസ്വേലയിൽ മഡുറോയ്ക്ക് പുറത്തുനിന്ന് കാര്യമായ സൈനിക പിന്തുണ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇറാന്റെ കാര്യം വരുമ്പോൾ ചിത്രം മാറുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി വിമതർ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘടനകൾ എന്നിവയെല്ലാം ഇറാന്റെ വിരൽത്തുമ്പിൽ ചലിക്കുന്നവരാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഈ സഖ്യകക്ഷികളെല്ലാം ഒരേ സമയം വിവിധ മുന്നണികളിലൂടെ യുദ്ധത്തിൽ പങ്കുചേരും. ഇതിനെല്ലാം പുറമെ ലോകശക്തികളായ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനോട് പുലർത്തുന്ന മൃദു സമീപനം ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിക്കാൻ പര്യാപ്തമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും ഒന്നിക്കുമ്പോൾ ഭൂമി ഇത്രയേറെ ചോര കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വൻ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. സാമ്പത്തിക രംഗത്ത് ഇറാൻ വരുത്താൻ പോകുന്ന ആഘാതം അതിഭീകരമായിരിക്കും. ലോകത്തെ ഇന്ധന വിപണിയുടെ നാഡീവ്യൂഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ലോകത്തെ മൊത്തം എണ്ണക്കപ്പലുകളുടെ ഗണ്യമായ ശതമാനം കടന്നുപോകുന്ന ഈ പാത ഇറാൻ തടഞ്ഞാൽ ആഗോള ഇന്ധനവില കുതിച്ചുയരും. വികസിത രാജ്യങ്ങളുടെയും സാമ്പത്തിക അടിത്തറ തകരാൻ ഇത് കാരണമാകും. വെനസ്വേലയുടെ കാര്യത്തിൽ ഇത്തരമൊരു ആഗോള സാമ്പത്തിക ഭീഷണി നിലനിന്നിരുന്നില്ല. എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ അത് ലോകത്തെ ഒരു മഹാമാന്ദ്യത്തിലേക്ക് ആയിരിക്കും തള്ളിവിടുക. ഇന്ധനത്തിനായി മിഡിൽ ഈസ്റ്റിനെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ അടക്കമുള്ളവർ ഇതോടെ വലിയ പ്രതിസന്ധിയിലാകും. ഏറ്റവും ഭയാനകമായ കാര്യം ഇറാന്റെ ആണവശേഷിയാണ്. വർഷങ്ങളായി ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ രഹസ്യമായും പരസ്യമായും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ ഇറാൻ തങ്ങളുടെ കൈവശമുള്ള എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും പുറത്തെടുക്കാൻ മടിക്കില്ല. ഒരു ആണവ യുദ്ധത്തിന്റെ സാധ്യതകളെ തള്ളിക്കളയാനാവില്ലെന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം. മഡുറോയെ പിടികൂടിയത് മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണത്തിലൂടെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നുവെങ്കിൽ ഇറാനെതിരെയുള്ള നീക്കം ഒരു ദശാബ്ദത്തിലേറെ നീണ്ടു നിൽക്കാവുന്ന കടുത്ത യുദ്ധത്തിലേക്ക് വഴിമാറാം. വെനസ്വേലയിൽ ഭരണം അട്ടിമറിക്കപ്പെടുമ്പോൾ രാജ്യം ശാന്തമാകാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അത് സാധിക്കില്ല. അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ വിളമ്പുന്ന ആഡംബര ഭക്ഷണങ്ങൾ കേവലം സൈനികർക്കുള്ള പ്രോത്സാഹനമായി കാണാൻ കഴിയില്ല. ഓരോ കപ്പലിലും സൈനിക സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണിത്. എങ്കിലും ഇറാനുമായുള്ള യുദ്ധം എന്നത് ഒരു തീക്കളിയാണെന്ന് പെന്റഗണിനും വൈറ്റ് ഹൗസിനും നന്നായി അറിയാം. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകളും കടലിലെ മൈനുകളും അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ വിജയിച്ച അതേ തന്ത്രങ്ങൾ ഇറാനിലും ഫലിക്കുമെന്ന് അമേരിക്ക കരുതുന്നില്ല. ഒരു പക്ഷേ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിഡ്ഢിത്തമായി അത് മാറിയേക്കാം. ചുരുക്കത്തിൽ മഡുറോയുടെ പതനം ലോകരാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെങ്കിലും ഇറാൻ എന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് സങ്കീർണമായൊരു സമസ്യയാണ്. മിസൈലുകൾ കൊണ്ടും എണ്ണക്കടത്ത് തടഞ്ഞും ആഗോളതലത്തിലുള്ള സഖ്യകക്ഷികളെ ഉപയോഗിച്ചും അമേരിക്കയെ മുൾമുനയിൽ നിർത്താൻ ഇറാന് സാധിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസ് ഏത് നിമിഷം തീരുമാനമെടുത്താലും അതിന്റെ ആഘാതം വരാനിരിക്കുന്ന തലമുറകളെ പോലും
ബാധിക്കാനിടയുണ്ട്. യുദ്ധത്തിന്റെ മേഘങ്ങൾ മിഡിൽ ഈസ്റ്റിൽ കറുത്തിരുണ്ട് നിൽക്കുമ്പോൾ ലോകം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് വിവേകം തോക്കുകളെ തോൽപ്പിക്കട്ടെ എന്നാണ്. കാരണം ഇറാന്റെ കാര്യത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ലോകത്തിന്റെ ആകെ നാശത്തിന് കാരണമായേക്കാം.